സൂറത്തു ആലു ഇമ്രാനിന്റെ ആയത്തുകളിലൂടെ നമുക്ക് വിശാലമായും പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അല്ലാഹു വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ റിസ്ക് നൽകും. എങ്ങനെ? ബിഗൈരി ഹിസാബ്, ഒരു കണക്കില്ലാതെ അള്ളാഹു റിസ്ക് നൽകും. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശ്രദ്ധേയമായ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറയാണ്, ഐ തുഅതി മൻ ശിഅത മിനൽ മാലി മാ ലാ യുഅദ്ദു വലാ യുഖ്ദറു അലാ ഇഹ്സാഇഹി. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹു റിസ്ക് നൽകും. എങ്ങനെ? ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്ത രൂപത്തിൽ, അത് എത്രയാണ് അവന് മനസ്സിലാക്കുന്നതിലും അപ്പുറം, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ, വിചാരിക്കാത്ത മേഖലകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള റിസ്കിനെ എത്തിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? തർസുഖു മൻ തശാഉ റിസ്ഖൻ വാസിഅൻ മിൻ ഹൈസു ലാ യഹ്തസിബു വലാ യക്തസിബു. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് കിട്ടാത്ത റിസ്ക്, നമ്മുടെ പണി കൊണ്ട് നമുക്കൊരിക്കലും അത്രയും റിസ്ക് ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ അത് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ആയത്തും ഹദീസും കൃത്യമായും മനസ്സിലാക്കാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് പരിപൂർണമായ വിശ്വാസമില്ലാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ ശൈത്താനിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോയത് കൊണ്ടോ ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാവിന്റെ പിറകെ പോകും. ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ലാതെയായി പോയ ചില ആളുകളെ നമുക്ക് കാണാം. അത്തരത്തിലുള്ള ആളുകളോട് ഇമാം ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, കസീറമ്മാ വജദ്നാ മൻ തലബൽ ആഖിറ വഅതതുഹു ദുനിയ. ധാരാളമായി നമ്മൾ കണ്ട കാര്യമാണ്, മനസ്സിലാക്കിയ കാര്യമാണ്. അദ്ദേഹം പറയാണ്, എന്ത്? ധാരാളം ആളുകൾ അവർ ആഖിറത്തിന് വേണ്ടി പണിയെടുത്തു. അങ്ങനെയുള്ള ആളുകൾക്ക് വഅതതുഹു ദുനിയ, അവന് അള്ളാഹു തീരുമാനിച്ച ദുനിയാവ് അത് അവന്റെ അടുത്തേക്ക് വന്നെത്തി, അത് അള്ളാഹു അവനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേയോ വലാകിന്നന ലം നജിദ് മൻ തലബ ദുനിയ വഅതതുഹുൽ ആഖിറ. എന്നാലോ ദുനിയാവിന്റെ പിറകെ പോവുകയും ദുനിയാവിന്റെ പിന്നാലെ സഞ്ചരിച്ച ആളുകളിലേക്ക് ആഖിറം അവരിലേക്ക് വന്നെത്തിയത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ആഖിറത്തിന്റെ പിറകെ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ, ആഖിറത്തിന് പ്രാധാന്യം കൊടുത്ത ആളുകൾ, അവർക്ക് ദുനിയാവ് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്, അത് അള്ളാഹു ഏറ്റെടുത്ത വാഗ്ദാനമാണ്. എന്നാലോ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആഖിറം ലഭിക്കുകയില്ല എന്നുള്ളത്, ആഖിറത്തിലെ ഓഹരി അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു